നമ്മൾ മുന്നോട്ട് വെച്ച ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് വായിക്കാം. ആദ്യം എന്ന് പറഞ്ഞാൽ എൻക്വയറി കമ്മിറ്റി. ഇപ്പോൾ ഈ വിഷയത്തിൽ കറക്റ്റായിട്ടുള്ള എൻക്വയറി കമ്മിറ്റി, ക്യാമ്പസിനകത്തുള്ള മാനേജ്മെന്റ് പറയുന്ന എൻക്വയറി കമ്മിറ്റിയും സ്റ്റുഡന്റ് റെപ്രസെന്റേഷനും ഉൾപ്പെടെ എൻക്വയറി കമ്മിറ്റി മുമ്പോട്ട് വരിക എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ മരണത്തിൽ ഉത്തരവാദികളായ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട കറക്റ്റായുള്ള നടപടികൾ ക്യാമ്പസിനകത്ത് ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമ്പസിൽ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ആവശ്യമുള്ള 12 ആവശ്യങ്ങളുണ്ട്. ആ 12 ആവശ്യങ്ങളും ഈ കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുവേണ്ട ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഈ ചർച്ച അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള ഇൻ്റർഫറൻസും പ്രിൻസിപ്പളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസേൺ ആയിട്ടുള്ള HOD അതുപോലെ തന്നെ KT കോർഡിനേറ്ററിനെയും ഇതിൽ നിന്നും ഈ റിപ്പോർട്ട് വരുന്നിടം വരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന് വേണ്ട റിപ്പോർട്ട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥികളെതിരെയും ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ശബ്ദമായിട്ട് വരാൻ വേണ്ടി കോളേജ് യൂണിയന് വേണ്ട എക്സ്റ്റൻഷൻ പീരീഡ് നൽകി തന്നിട്ടുണ്ട്. ഇത്രയാണ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുപോലെ 12 ഡിമാൻഡുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് അത് ചർച്ച ചെയ്യും. നമ്മൾ സമയം അവസാനിപ്പിക്കും. അത് ഈ മീറ്റിംഗിൽ ഈ കമ്മിറ്റി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന കമ്മിറ്റി എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് വേണ്ട നഷ്ടപരിഹാര തുക എന്തായാലും തീരുമാനിച്ച് ആ വിദ്യാർത്ഥിയുടെ പാരന്റ്സിന് കൊടുക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടണം. അതുപോലെ തന്നെ മാനേജ്മെന്റിൽ നിൽക്കുന്ന അധ്യാപകരും ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് പറയുന്നത്. അല്ല, ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഇതുപോലുള്ള പ്രതിഷേധം ക്യാമ്പസിനകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കാം. ആ കമ്മിറ്റിയിൽ ഈ നമ്മൾ മുന്നോട്ട് വെക്കുന്ന 12 ആവശ്യങ്ങളും കറക്റ്റായിട്ട് ചർച്ച ചെയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഈ അന്വേഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഇന്റർഫറൻസ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. 2 HODയും അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർ KT കോർഡിനേറ്ററിനും ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് ക്യാമ്പസിൽ നിന്ന് മാറി നിൽക്കും. മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. KTU പ്രകാരം തന്നെയായി അത് മാറ്റുന്നുള്ളതാണ് പറഞ്ഞത്. KTUവിന്റെ 18 ക്രെഡിറ്റ് ആണ്. അതിനനുസരിച്ച് തന്നെ കോളേജ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞത്. റിപ്പോർട്ട് അനുസരിച്ചുള്ള സബ്മിറ്റ് ചെയ്യും.